2010 ഏപ്രിൽ 29 ചന്ദ്രാപിന്നിയിലെ ഒരു തിയേറ്ററിനു പിന്നിലുള്ള പഞ്ചായത്ത് കുളത്തിൽ ഒരു ശവശരീരം പൊങ്ങി. വികൃതമാക്കപ്പെട്ട ആ ശവശരീരം ചീഞ്ഞളിഞ്ഞിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അവിടെ ഒരാൾക്കൂട്ടം രൂപപ്പെട്ടു. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചു. പക്ഷേ ചീഞ്ഞളിഞ്ഞ ആ മൃതദേഹത്തെക്കുറിച്ച് യാതൊരു സൂചനകളും കിട്ടിയില്ല. അങ്ങനെ അന്നത്തെ തൃശ്ശൂർ SP ആയിരുന്ന ദിനേശ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനിടയിൽ മുമ്പ് ജുവലറി നടത്തിയിരുന്ന തമ്പി എന്നൊരാളുടേതാണ് ആ മൃതദേഹം എന്ന് മനസ്സിലായി. അയാൾക്ക് പലരുമായും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ അയാൾക്ക് സ്വർണ്ണക്കട പൂട്ടേണ്ടി വന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം തമ്പി ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. അങ്ങനെ അയാൾ സ്ഥിരമായി വിളിച്ചിരുന്നത് ശ്രീജേഷ് എന്നൊരാളെയായിരുന്നു എന്ന് മനസ്സിലായി. ഈ ശ്രീജേഷ് നാഗമാണിക്യവും റൈസ് പുള്ളറുമൊക്കെ നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണം തട്ടുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. നാഗമാണിക്യവും റൈസ് പുള്ളറും ഐശ്വര്യം കൊണ്ടുവരുന്നവയാണ് എന്നാണ് സംഘം പ്രചാരണം നടത്തി ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നത്. ചീഞ്ഞളിഞ്ഞ ഒരു മൃതദേഹം കുളത്തിൽ പൊങ്ങിയതറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ശ്രീജേഷും അവിടെ എത്തിയിരുന്നു. അപ്പോൾ സുനിൽ എന്ന പോലീസുകാരൻ ശ്രീജേഷിനോട് ഈ മരിച്ചു കിടക്കുന്ന ആളിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ വല്ലാതെ പതറി പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു അവൻ്റെ മറുപടി. ഇത് സുനിലിന് സംശയമുണ്ടാക്കി. അതയാൾ സഹപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ഈ വിവരം അന്ന് കൊടുങ്ങല്ലൂർ CI ആയിരുന്ന ദേവസിയെയും പോലീസുകാർ അറിയിച്ചു. തമ്പിയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് ശ്രീജേഷിനെയായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അങ്ങനെ ശ്രീജേഷിനെ കസ്റ്റഡിയിലെടുത്തു. ആ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ ശ്രീജേഷിന് കഴിഞ്ഞില്ല. അയാൾ എല്ലാം തുറന്നു പറഞ്ഞു. തമ്പിയെ കൊന്നത് താനും കൂട്ടുകാരുമാണ്. അതിന് കാരണവുമുണ്ട്. റൈസ് പുള്ളറും നാഗമാണിക്യവും വാങ്ങി മറിച്ചു വിറ്റാൽ നല്ല ലാഭമുണ്ടാകുമെന്ന് തമ്പി ശ്രീജേഷിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ ശ്രീജേഷ് ഇക്കാര്യം തൻ്റെ കൂട്ടുകാരായ സലീഷിനോടും തയ്യിൽ രാജനോടും പറഞ്ഞു. ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. തമ്പിക്ക് പണം കൊടുത്ത് റൈസ് പുള്ളറും നാഗമാണിക്യവും വാങ്ങണം. പലരിൽ നിന്നും കടം വാങ്ങിയ ഇവർ 28 ലക്ഷം രൂപ സ്വരൂപിച്ചു. അത് തമ്പിക്ക് കൊടുത്തു. ശ്രീജേഷിൽ നിന്ന് വിവരം കിട്ടിയ പോലീസ് താമസിയാതെ സലീഷിനെയും തയ്യിൽ രാജനെയും പിടികൂടി. കയ്യിൽ കിട്ടിയ 28 ലക്ഷവും കൊണ്ട് തമ്പി റൈസ് പുള്ളറും നാഗമാണിക്യവും വാങ്ങാനായി പലയിടങ്ങളിലും കറങ്ങി നടന്നു. പക്ഷേ കിട്ടിയില്ല. അങ്ങനെ വർഷം 1.5 കഴിഞ്ഞു. നാഗമാണിക്യവും റൈസ് പുള്ളറും കിട്ടാത്തതുകൊണ്ട് സനീഷും രാജനും തമ്പിയോട് പണം മടക്കി ചോദിച്ചു. പക്ഷേ തമ്പി പല ഒഴിവുകഴിവുകളും പറഞ്ഞു. അതോടെ തമ്പി തങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള സംശയം ശ്രീജേഷിനും കൂട്ടുകാർക്കും തോന്നി. ഇത്തരത്തിൽ പലരോടും പണം വാങ്ങിയ തമ്പി ഒളിവിൽ താമസിച്ചിരുന്നത് വടക്കാഞ്ചേരിയിലെ മംഗലം ഡാമിലായിരുന്നു. തങ്ങളെ കബളിപ്പിച്ച തമ്പിയെ വെറുതെ വിടാൻ പാടില്ല, അയാളെ കൊല്ലണം. ശ്രീജേഷും കൂട്ടുകാരും കൂടി തീരുമാനിച്ചു. അവർ അതിനുള്ള പദ്ധതി തയ്യാറാക്കി. അതനുസരിച്ച് ശ്രീജേഷും സനീഷും ബൈക്കിൽ വടക്കാഞ്ചേരിയിലെത്തി. അവർ തമ്പിയെ അവിടേക്ക് വിളിച്ചു വരുത്തി. തമ്പിയോട് പണം മടക്കി ചോദിച്ചു. എന്നാൽ അയാൾ പണം കൊടുക്കാൻ തയ്യാറാകാതെ പല അടവുകളും പറഞ്ഞു. അതോടെ ശ്രീജേഷും സനീഷും പ്രകോപിതരായി. തങ്ങൾ വടക്കാഞ്ചേരിയിലെത്തുമ്പോൾ കാറുമായി വരാൻ സുഹൃത്തായ ആനന്ദനെ ശ്രീജേഷും സനീഷും പറഞ്ഞേൽപ്പിച്ചിരുന്നു. ആനന്ദൻ കൃത്യസമയത്തു തന്നെ കാറുമായി എത്തി. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് ഏകദേശം 3:30 മണിയായിട്ടുണ്ടാകണം. എന്തായാലും 3 പേരും കൂടി തമ്പിയെ കാറിൽ കയറ്റി. സനീഷും കൂടി കാറിൽ കയറി. ശ്രീജേഷ് ബൈക്കിൽ പിന്തുടർന്നു. അങ്ങനെ അവർ കൊടകരയിലും അവിടെ നിന്ന് 3 പീടികയിലും എത്തി. അപ്പോഴേക്കും ശ്രീജേഷും 3 പീടികയിൽ എത്തിയിരുന്നു. ശ്രീജേഷും കൂടി കാറിൽ കയറി. അങ്ങനെ അവർ 3 സംഘം തമ്പിയെയും കൊണ്ട് ആനന്ദൻ്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് തോർത്ത് കഴുത്തിൽ മുറക്കി തമ്പിയെ അവർ കൊലപ്പെടുത്തി. തമ്പിയുടെ മൃതദേഹം ആനന്ദൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിൽ കുഴിച്ചു മൂടാനായിരുന്നു പദ്ധതി. എന്നാൽ കുഴിയെടുത്തപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് കണ്ടതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് സനീഷും ശ്രീജേഷും കൂടി തമ്പിയുടെ മൃതദേഹം ഉപേക്ഷിക്കാനുള്ള സ്ഥലം തപ്പിയിറങ്ങി. ബൈക്കിൽ പലയിടങ്ങളിലും അവർ കറങ്ങി. അങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിലാണ് അവർ തിയേറ്ററിന് പിന്നിലുള്ള ആ പഞ്ചായത്ത് കുളം കണ്ടത്. ആ കുളത്തിൽ തമ്പിയുടെ മൃതദേഹം തള്ളാൻ അവർ തീരുമാനിച്ചു. അവർ വീണ്ടും ആനന്ദൻ്റെ വീട്ടിലെത്തി. അയാളോട് കാര്യം പറഞ്ഞു. പിന്നീട് സനീഷും ശ്രീജേഷും ബൈക്കിലും തമ്പിയുടെ മൃതദേഹവുമായി ആനന്ദൻ കാറിലും ആ കുളത്തിനടുത്തെത്തി. തിയേറ്ററിൻ്റെ മതിലിനടുത്ത് കാറ് നിർത്തിയതിനു ശേഷം മൃതദേഹം എടുത്ത് മതിലിന് മുകളിലൂടെ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇട്ടു. ആ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നില്ല. പരിസരമൊക്കെ കാട് മൂടി കിടക്കുകയായിരുന്നു. 3 മതിൽ ചാടി തിയേറ്റർ കോമ്പൗണ്ടിൽ മൃതദേഹത്തിൻ്റെ അടുത്തെത്തി. തമ്പിയുടെ ഉടുമുണ്ടഴിച്ച് അയാളുടെ തലയിലൂടെ മൂടി. പിന്നീട് സനീഷ് ഒരു വലിയ കല്ലെടുത്ത് തമ്പിയുടെ തലയിലേക്ക് 3 പ്രാവശ്യം ഇട്ടു.
തല പൊട്ടി മുഖം വികൃതമായി ആളെ തിരിച്ചറിയാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ ആ നിമിഷം വരെ തമ്പി മരിച്ചിരുന്നില്ല. അയാൾക്ക് ജീവനുണ്ടായിരുന്നു. തലയിൽ കല്ല് വീണപ്പോഴുണ്ടായ പ്രാണവേദനയിൽ തമ്പി ഞരങ്ങുന്നത് 3 പേരും കേട്ടു. പിന്നീട് ഒരു കത്തിയെടുത്ത് തമ്പിയുടെ വയറ് നെടുകെ കീറി. അതിനുശേഷം ഒരു വലിയ കല്ലെടുത്ത് കൊണ്ടുവന്ന് മൃതദേഹത്തിന് മുകളിൽ വെച്ച് വരിഞ്ഞുകെട്ടി. മൃതദേഹം പൊങ്ങി വരാതിരിക്കാനായിരുന്നു ഇത്. പിന്നീട് മൃതദേഹം തള്ളി കുളത്തിലേക്ക് ഇട്ടു. അതിനുശേഷം 3 പേരും കൂടി ആനന്ദൻ്റെ വീട്ടിലെത്തി. കുളിച്ച് വസ്ത്രം മാറി അവിടെ നിന്നിറങ്ങി. തമ്പിയുടെ ഷർട്ടും ചെരുപ്പും മൊബൈൽ ഫോണും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്തും പഴുവിൽ പാടത്തേക്ക് എറിഞ്ഞു. വയറ് കയറിയ കത്തി കാക്കാത്തുരുത്തി പാലത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിലും എറിഞ്ഞു. ഫോൺ ആനന്ദൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് 3 പേരും അവരവരുടെ വീടുകളിലേക്ക് പോയി. പിറ്റേന്ന് ചന്ദ്രാപിന്നിയിൽ വെച്ച് ഇവർ 3 പേരും വീണ്ടും കണ്ടു. എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാലോ? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിന് അവരൊരു തന്ത്രം മെനഞ്ഞു. ആനന്ദൻ കൊല്ലത്ത് പോകണം. അവിടെ ചെന്നിട്ട് തമ്പിയുടെ ഫോണിൽ നിന്ന് ചെന്നൈയിൽ പോകുകയാണ് എന്ന് അയാളുടെ സഹോദരന് മെസ്സേജ് അയക്കണം. അന്വേഷണം വഴിതിരിച്ചു വിടാനായിരുന്നു ഈ കുബുദ്ധി. അങ്ങനെ ആനന്ദൻ തമ്പിയുടെ മൊബൈൽ ഫോണുമായി കൊല്ലത്തെത്തി അയാളുടെ സഹോദരന് താൻ ചെന്നൈയിലേക്ക് പോകുകയാണെന്ന് മെസ്സേജ് അയച്ചു. അതിനുശേഷം മൊബൈൽ ഫോൺ കൊല്ലത്ത് ഉപേക്ഷിച്ച ശേഷം തിരിച്ച് നാട്ടിലെത്തി. ഇതിനിടയിൽ തമ്പിയുടെ സഹോദരൻ്റെ ഫോണിലേക്ക് ശ്രീജേഷ് വിളിച്ചു. ഇതും ജീവിതത്തിൽ ഒരിക്കലും മെസ്സേജ് അയക്കാത്ത തമ്പി സഹോദരന് മെസ്സേജ് അയച്ചതും പോലീസിന് തുമ്പായി. വയറ് കയറി വെള്ളത്തിലേക്കിട്ടാൽ മൃതദേഹം പൊങ്ങി വരില്ലെന്ന് തങ്ങൾക്ക് മനസ്സിലായത് ഉത്തമൻ എന്ന സിനിമ കണ്ടതിനു ശേഷമാണെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. മൃതദേഹം പൊങ്ങിയ ദിവസം പോലീസിനെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ 3 പേരും കുളത്തിനരികിൽ ഉണ്ടായിരുന്നു താനും. ഇനി അഥവാ മൃതദേഹത്തിൻ്റെ ദുർഗന്ധം കുളത്തിൽ നിന്ന് വന്നാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കോഴിക്കടയിൽ നിന്ന് കോഴി മാലിന്യം ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് ആനന്ദൻ കുളത്തിൽ തള്ളിയിരുന്നു. പിന്നീട് നടത്തിയ തെളിവെടുപ്പിൽ തമ്പിയുടെ വസ്ത്രങ്ങളും ചെരുപ്പും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്തും വയറ് കീറിയ കത്തിയുമൊക്കെ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിന് തോന്നിയ സംശയത്തിൽ ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടിയ കേസായി ചന്ദ്രാപിന്നി തമ്പി കൊലക്കേസ് മാറി.